കട്ടിയുള്ളതല്ല, എല്ലാ മണ്ണും വെള്ളം കിട്ടുന്നതല്ല, എല്ലാ മണ്ണും പൊന്ന് കിട്ടുന്നതല്ല, എല്ലാ മണ്ണും മാർബിൾ കിട്ടുന്നതല്ല, എല്ലാ മണ്ണും കല്ല് കിട്ടുന്നതല്ല. അങ്ങനെ മണ്ണ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട മനുഷ്യരും അവന്റെ ബുദ്ധിയും അവന്റെ ശരീരവും അവന്റെ മേനിയും അവന്റെ ആകൃതവും അവന്റെ സ്വഭാവവും അവന്റെ ശൈലിയും ഒക്കെ വ്യത്യസ്തമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പടക്കപ്പെട്ടതിനോട് തുല്യതയുണ്ടാവും. ഇത് ഏത് ബുദ്ധിക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് തന്നെ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, മനുഷ്യൻ എങ്ങനെ നീങ്ങണം എന്നതിന് മനുഷ്യൻ നിയമമുണ്ടാക്കിയാൽ അത് പൂർണ്ണമാകൂല, ഒരിക്കലും പൂർണ്ണമാകൂല. കാരണം 1000 വർഷം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ ഇന്നത്തെ ഈ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കി നിയമം കൊണ്ടുവരാൻ സാധാരണ മനുഷ്യരാണെങ്കിൽ കഴിയില്ല. ഇന്നത്തെ ലോകവും 1000 വർഷം മുമ്പുള്ള ലോകവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! ഇന്നത്തെ ചിന്തയും അന്നത്തെ ചിന്തയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! പണ്ഡിതന്മാർക്കറിയാം. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പേജുകൾ എത്രയാണ് ചെലവഴിച്ചത് എന്തിന്? മനുഷ്യന് ഉപരിമണ്ഡലത്തിലേക്ക് കയറിപ്പോകാൻ കഴിയുമെന്ന് സമർത്ഥിക്കാൻ. ഇസ്റാ മിഅ്റാജിനെ സംബന്ധിച്ച് പറയുമ്പോ ഭൂമിക്ക് ആകർഷണ ശക്തിയുണ്ട്. അതുകൊണ്ട് മേലെ നിന്ന് താഴോട്ടൊരു സാധനം വീഴും. ഒരു വെയിറ്റുള്ള സാധനം താഴെ നിന്ന് മേലോട്ട് പൊങ്ങൂല. അതിനാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ യുക്തി അംഗീകരിക്കൂല എന്നൊരു കൂട്ടർ പറഞ്ഞു. അപ്പൊ ഇമാം റാസി ബുദ്ധിപരമായി മനുഷ്യന് ഉപരിമണ്ഡലത്തിലേക്ക് കയറിപ്പോകാൻ കഴിയും എന്ന് സമർത്ഥിക്കാൻ പേജുകൾ ഒരുപാട് എഴുതേണ്ടി വന്നു അവിടുത്തെ തഫ്സീറിൽ. പക്ഷേ ഇന്ന് നമ്മൾ ഇസ്രാ മിഅ്റാജിനെ പറ്റി പറയുമ്പോ ഒരൊറ്റ വരിയും എഴുതണ്ട. കാരണം മനുഷ്യൻ മാത്രല്ല, നൂറുകണക്കിന് മനുഷ്യന്മാരെയും അവരുടെ ചരക്കുകളും വഹിച്ച് ഉപരിമണ്ഡലത്തിലൂടെ പറന്ന് നീങ്ങുകയാണ് മനുഷ്യരും മനുഷ്യനുണ്ടാക്കിയ പേടകങ്ങളും. ഭൂമിയുടെ ആകർഷണ ശക്തിയൊന്നും എവിടെയും വരില്ല, അതിപ്പോഴും ഉണ്ട്. പക്ഷേ ഉയരത്തിൽ കയറാൻ കഴിയുമെന്ന് ശാസ്ത്രം തെളിയിക്കുകയാണ്. അപ്പൊ ഒരു കാലഘട്ടത്തിലുള്ളവർക്ക് ഒരു കാര്യം ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതിന് അവരെ കുറ്റം പറയുകയല്ലാതെ, അവരുടെ ബുദ്ധിയെ കുറ്റം പറയുകയല്ലാതെ, എല്ലാ കാലഘട്ടങ്ങളെ സംബന്ധിച്ചും അറിവുള്ള ലോകസട്ടാവ്, എല്ലാ വിഭാഗം ജനങ്ങളെ കുറിച്ചും അറിവുള്ള ലോകസട്ടാവ്. കാരണം അവനാണ് സട്ടാവ്. അലാ യഅലമു മൻ ഖലഖ്. സൃഷ്ടിച്ചവൻ അറിയാതിരിക്കുമോ? സൃഷ്ടിക്കുന്നവൻ അറിയാതിരിക്കുമോ? അവന് സർവകാലവും അറിയാം, സർവകോലവും അറിയാം, സർവ സൃഷ്ടികളെ കുറിച്ചും അറിയാം. അങ്ങനെ അന്ത്യനാൾ വരെയുള്ള സർവ മനുഷ്യരുടെയും സാഹചര്യങ്ങൾ അറിയുന്ന ലോകസട്ടാവ്. ആ ലോകസട്ടാവിനല്ലാതെ സർവ മനുഷ്യർക്കും അനുയോജ്യമായ ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യമല്ല. വാസ്തവത്തിൽ അവന് മാത്രമേ അതിന് അധികാരവുമുള്ളൂ. കാരണം ഒരു വ്യവസ്ഥിതി പറയുമ്പോൾ അധികാരമുള്ളവനല്ലേ വ്യവസ്ഥിതി പറയേണ്ടത്. എന്റെ വീട്ടിൽ എങ്ങനെ നടക്കണമെന്ന് നിങ്ങളാണോ പറയേണ്ടത്? നിങ്ങളെ വീട്ടിൽ എന്ത് വേണമെന്ന് ഞാനാണോ പറയേണ്ടത്? ബുദ്ധിയുള്ളവരാലോചിക്കുക. അതുകൊണ്ട് തന്നെ എന്ത് വിശ്വസിക്കണം, എന്ത് ചെയ്യണമെന്ന് പറയാൻ അധികാരമുള്ളവനൊന്നേ ഉള്ളൂ. അത് ലോകത്തിന്റെ സൃഷ്ടാവാണ്. അവനാണ് പടച്ചവൻ എന്ന് പറയുന്നത്. അവന് നിങ്ങൾ ഗോഡെന്നോ ദൈവമെന്നോ പരമേശ്വരനെന്നോ കർത്താവ് എന്നോ അല്ലാഹു എന്നോ റബ്ബ് എന്നോ അൽ മലിക് എന്നോ അർ റഹ്മാൻ എന്നോ അർ റഹീം എന്നോ
ഖുർആൻ പറഞ്ഞ പേരോ, ഖുർആൻ അംഗീകരിക്കുന്നവർ വിളിക്കുന്ന പേരോ, അല്ലെങ്കിൽ അത് അംഗീകരിക്കാത്തവർ വിളിക്കുന്ന പേരോ, ഏത് പേര് പറഞ്ഞാലും ലോകത്തിനൊരു സൃഷ്ടാവില്ലയോ? ആ സൃഷ്ടാവിനാണ് സൃഷ്ടികൾക്ക് നിയമം കൊടുക്കാനുള്ള അധികാരം. അധികാരമുള്ളവൻ അവൻ തന്നെ, വിവരമുള്ളവനും അവൻ തന്നെ, സർവ മനുഷ്യരുടെ സാഹചര്യവും അറിയുന്നവൻ അവൻ തന്നെ, സർവ ജീവജാലങ്ങളെ കുറിച്ച് അറിവുള്ളവനും അവൻ തന്നെ, സർവ ജീവജാലങ്ങൾക്കും ആവശ്യമുള്ള വിവരം കൊടുക്കുന്നവനും അവൻ തന്നെ. അല്ലേ? സുബ്ഹാനല്ലാഹ്. മനുഷ്യന് പ്രസവിക്കപ്പെടുന്നു, ആ കുട്ടി ഉമ്മയുടെ മുല തിരയുന്നില്ല, എടുത്ത് വായിലിട്ട് കുടിക്കുന്നില്ല. കാരണം ഉമ്മക്ക് വിശേഷ ബുദ്ധിയുണ്ട്, എടുത്ത് കുടിപ്പിക്കാനുള്ള കയ്യും കാലും അതാ കഴിവും അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. അതേ സമയത്തൊരു പശു പ്രസവിക്കുന്നു, ആ പശുവിന്റെ കുട്ടിയെ മുലയുടെ സമീപത്തേക്ക് അമ്മ പിടിച്ചു മാറ്റേണ്ടതില്ല, മാറ്റുന്നില്ല. ആ പശു ചെയ്യുന്നത് കുട്ടിയുടെ ശരീരം നക്കിത്തുടക്കുകയാണ്. നക്കിത്തുടച്ച് നന്നായി വൃത്തിയായാൽ സുബ്ഹാനല്ലാഹ്, കുട്ടി ബെല്ലെ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നു, അറ്റൻഷനായി നിൽക്കാൻ കഴിയുന്നില്ല, വീഴുന്നു, വീണ്ടും ശ്രമിക്കുന്നു, വീണ്ടും ചെയ്യുന്നു, വീണ്ടും ശ്രമിക്കുന്നു, വീണ്ടും വീഴുന്നു. ഇവിടെ പഠിക്കണേ SSLCക്ക് എഴുതുന്ന കുട്ടികളെ, അതേ +1-നും +2-നും അതുപോലെ ഡിഗ്രിക്കും പരീക്ഷ എഴുതുന്ന മക്കളെ, പലപ്പോഴും പരീക്ഷ തോറ്റാൽ ആത്മഹത്യ ചെയ്ത് ചത്തതായി പത്രത്തിൽ വായിക്കുന്നു. വിവരമില്ലാഞ്ഞിട്ടല്ലേ, ബുദ്ധിയില്ലാഞ്ഞിട്ടല്ലേ, ധാർമ്മികമായ വിദ്യാഭ്യാസം കിട്ടാഞ്ഞിട്ടല്ലേ? ചോദിക്കട്ടെ, നിങ്ങൾക്ക് മൃഗത്തെ കണ്ട് പഠിച്ചുകൂടെ? ഈ മൃഗം എത്ര പ്രാവശ്യമാണ് ശ്രമിക്കുന്നത് എഴുന്നേറ്റൊന്ന് നിൽക്കാൻ? അങ്ങനെ പലപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് വീണു വീണു വീണു. ഒരിക്കലും തന്നെ ആ മൃഗത്തിന്റെ കുട്ടി ആത്മഹത്യ ചെയ്യുന്നില്ല, ശ്രമം തുടരുകയാണ്. ഇതുപോലെ പഠിക്കുന്ന മക്കളെ, പരീക്ഷയിൽ തോറ്റാൽ ശ്രമം തുടരുകയല്ലാതെ പിന്നെ അവിടെ ഒരു കയറെടുത്ത് തൂങ്ങാൻ പറ്റുമോ? അതേ, ഉലൈകല്ലന്നാമിബൽഹും അവല്ലി, മൃഗത്തെക്കാൾ അതപ്പതിച്ച കുട്ടിയാണെന്നല്ലേ ആ കുട്ടിയെ കുറിച്ച് പറയാനുള്ളത്. ഒരു വലിയ പുലി അല്ലെങ്കിൽ ഒരു വലിയ സിംഹം അല്ലെങ്കിൽ വേണ്ട ഒരു പൂച്ച ഒരു എലിയെ പിടിക്കാൻ 100 പ്രാവശ്യം ശ്രമിക്കുന്നു, എലി പോയി കളഞ്ഞു, അല്ലെ പൂച്ച പോയി കളഞ്ഞു, അതാ പുലി തോറ്റുപോയി, അല്ലെങ്കിൽ അതാ പൂച്ച തോറ്റുപോയി. അങ്ങനെ 10ഉം 12ഉം പ്രാവശ്യം ശ്രമം വിജയിക്കാതെ അതാ ഭക്ഷണത്തിന്റെ ശ്രമം പരാജയപ്പെട്ടു. ഏതുപോലെ ബിസിനസ് പലതും തുടങ്ങിയിട്ട് പൊട്ടിപ്പോയി, കടം പിടിച്ചു പോയി. അപ്പോൾ ചിലർ കയറെടുത്ത് തൂങ്ങാൻ പോകുന്നു, വേറെ ചിലർ വെള്ളത്തിൽ ചാടാൻ പോകുന്നു, വേറെ ചിലർ അതാ റെയിലിന് തലവെക്കാൻ പോകുന്നു. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പുലിയോ പൂച്ചയോ നരിയോ സിംഹമോ ഏതെങ്കിലും ഒരു മൃഗം അതുദ്ദേശിച്ച ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് അതിന്റെ ഭക്ഷണം കിട്ടാതിരുന്നാൽ, ഏതെങ്കിലും ഒരു പുലി ഒരു കയറും കഷ്ണം എടുത്തിട്ട് അതാ ഫാനിന്റെ മേലെ തൂങ്ങിയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൃഗത്തിന്റെ ബുദ്ധിയില്ലാത്തവനല്ലേ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മനുഷ്യൻ? ബുദ്ധിയില്ലാത്ത മനുഷ്യൻ ഞാൻ വലിയ ബുദ്ധിമാനാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്നതാണ് എല്ലാ ഭൗതികവാദത്തിന്റെയും കാരണം. ആ ഭൗതികവാദമാണ് ഈ ആത്മഹത്യയിലേക്ക് മനുഷ്യനെ നയിച്ചത്. അവനാണ് അഹങ്കാരത്തിലേക്ക് നയിച്ചത്. അവനാണ് ലോകത്തെ മുഴുവനും പിഴപ്പിച്ചത്. ഈ ഭൗതികവാദക്കാരനാണ്. ഓ സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ചിന്തയിലേക്ക് വരൂ. അതാണ് ഇസ്ലാം ഈ ലോകത്ത് പഠിപ്പിക്കുന്നത്. ബുദ്ധിയുള്ളവന്റെ ചിന്തയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പറയട്ടെ, ചെറിയ കുട്ടി, കന്നുകുട്ടി, കന്നുകാലിക്കുട്ടി, ഇവിടെ എന്താ പറയാ? പശുക്കുട്ടി, കന്നുകാലിക്കുട്ടി എന്ന് പറയോ? ഞങ്ങളാട്ട് കന്നുകുട്ടി എന്ന് പറയും. ഈ ചെറിയ കന്നുകാലിക്കുട്ടി അത് എഴുന്നേറ്റ് മെല്ലെ അറ്റൻഷനായി നിന്നാൽ പിന്നെ ആ പശുവിന്റെ കുട്ടി തിരയുന്നത് എന്താണ്? ആ കുട്ടി തിരയുന്നത് അമ്മയുടെ അകടെവിടേതാ. അമ്മയുടെ അകട് കണ്ടുപിടിക്കുകയാണ് ആ കുട്ടി. എന്നിട്ടോ ആ മുല ഊമ്പി കുടിക്കുകയാണ്. മനുഷ്യക്കുട്ടിയെ പോലെയല്ല, ഊമ്പി കുടിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കൂ, ഈ പശുക്കുട്ടിക്ക് അമ്മയുടെ ശരീരത്തിൽ ഒരു പാൽ ടാങ്കിയുണ്ട്.
അതിന് 4 ടേപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്, തുറന്നാ കിട്ടും എന്ന് വിവരം കൊടുത്ത ഗുരുനാഥൻ ആരാണ്? അവിടെയാണ് അല്ലാഹ് എന്ന അല്ലാതെ ആർക്ക് മറുപടി പറയാൻ കഴിയും? ഓ സുഹൃത്തുക്കളെ, എന്നാൽ അങ്ങനെയാണ് മൃഗം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വേറെ ഒരു പശുവുണ്ട്. പശുവിന്റെ കൂട്ടത്തിൽ ഒരു പശുവാണ് കാട്ടുപശു. ഇവിടെ എന്താ ഇനി പറയാ? കാട്ടീനല്ലേ കാട്ടുപശു. കാട്ടുപശു പ്രസവിച്ചാൽ കുട്ടി ഒരൊറ്റ ഓട്ടമാണ്. അവിടെ പിന്നെ റഡാറൊന്നുമില്ല. അതുകൊണ്ട് ആ ഓട്ടത്തില് ഫൈൻ അടക്കേണ്ടി ഒന്നും വരില്ല. ഒരൊറ്റ ഓട്ടം. എന്താ കാരണം? അമ്മയുടെ ശരീരത്തിൽ, അമ്മയുടെ വായിൽ പരുപരുത്തുറുനാക്കുണ്ട്. അമ്മ വന്ന് വാത്സല്യപൂർവം നക്കിയാൽ തോലുരിഞ്ഞു ചത്തുപോവും. അതുകൊണ്ട് പ്രസവിച്ച ഉടനെ ഒരൊറ്റ ഓട്ടം. ആര്? കാട്ടുപശു. ഈ കാട്ടുപശുവിന് വിവരം കൊടുത്തവൻ ആരാണ്? തരക്കേടില്ല. മൂപ്പര് വന്ന റൂട്ടിലാണ് ഈ അപകടമുള്ളെങ്കിൽ വരുമ്പം കണ്ടാന്ന് വിചാരിക്കാൻ. മൂപ്പര് വന്ന റൂട്ടൊന്ന് വേറെയാണ്, ഈ അപകടമുള്ള റൂട്ട് വേറെ ഒന്നാ. വായിലാ പല്ലുള്ളത്, വന്ന അമ്പൈക്കൂടിയല്ല. അപ്പൊ പിന്നെ എവിടുന്ന് വിവരം കിട്ടി? വിവരം കൊടുത്തൊരു ഗുരുനാഥൻ വേണ്ടേ? ചെറുപ്പക്കാരെ, ഇങ്ങനെ പറഞ്ഞാൽ അതുണ്ടോ? തീരുന്നു. നമ്മളെ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ഒരു കുട്ടീനെ ചേർത്ത്, അല്ലെങ്കിൽ LKG ചേർത്ത്. മാസ്റ്റർ വന്നിട്ട് സ്റ്റാൻഡ്. കുട്ടി ഇങ്ങനെ നോക്കന്നെ, നിൽക്കുന്നില്ല. അപ്പൊ ബുദ്ധിയുള്ള മാഷാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും നിൽക്കണം കേട്ടോ. അതാദ്യം പഠിപ്പിച്ചതിന് ശേഷം സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ നിന്നു, സിറ്റ് എന്ന് പറഞ്ഞു വരുന്നു. അതേ സമയത്ത് നമ്മളെ വീട്ടിലെ പൂവൻ കോഴി, നമ്മളെ വീട്ടിലെ പെടക്കോഴി, ആ പെടക്കോഴി അത് അടയിരുന്നിട്ട് കുറെ മുട്ടകൾക്ക് അടയിരുന്നു. ആ പെടക്കോഴിയുടെ മുട്ട വിരിഞ്ഞിട്ട് കുട്ടികൾ രംഗത്ത് വന്നു. ആ കുട്ടികൾ സുബ്ഹാനല്ലാഹ് മനുഷ്യക്കുട്ടിയെ പോലെയല്ല. മനുഷ്യക്കുട്ടി പ്രസവിച്ച അന്ന് തന്നെ ഓടൂല, ചാടൂല. കോഴിന്റെ കുട്ടി വളരെ സുന്ദരമായി ഓടുകയാണ്, ചാടുകയാണെന്ന് മാത്രമല്ല, സുബ്ഹാനല്ലാഹ് ഒരു പരുന്തിനെ കണ്ടിട്ട് ഈ കോഴി ഒരു വലിയ ശബ്ദം അങ്ങ് ശബ്ദിച്ചപ്പോൾ ഇത് ഡേഞ്ചർ സൂചനയാണ്, അപകട സൂചനയാണെന്ന് മനസ്സിലാക്കി എല്ലാ കുട്ടികളും അമ്മയുടെ ചിറകിന്റെ ഉള്ളിൽ വന്ന് ഒളിച്ചുപോയി. ചോദിക്കട്ടെ, ഈ ചെറിയ കുട്ടിക്ക് പുറത്തു വന്ന അന്ന് തന്നെ വിവരം കൊടുത്ത ഗുരുനാഥനാരാണ്? അതേ സമയത്ത് നമ്മളെ 1ാം ക്ലാസ്സിലെത്തിയ കുട്ടി വയസ്സ് 4-5 പോലും പഠിപ്പിക്കാണ്ട് ഒരു വിവരവും തിരിയുന്നില്ല, അവൊന്നും മനസ്സിലാകുന്നില്ല. ഇനിയോ സുഹൃത്തുക്കളെ, ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ഒരാളുണ്ട് കോട്ടയത്ത്. ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ വലിയ ശാസ്ത്രജ്ഞനാണ്, പക്ഷേ നീന്തം പഠിച്ചിട്ടില്ല. ഒരു ദിവസം പോയിട്ട് ഒരു തടാകത്തിലങ്ങ് വീണു. സുബ്ഹാനല്ലാഹ്, ആരും കാണാനില്ലെങ്കിൽ ഇനി അദ്ദേഹത്തെ കാണണമെങ്കിൽ മോർച്ചറിയിലേക്ക് പോകേണ്ടി വരും. നീന്തം പഠിച്ചിട്ടില്ല. നേരെ മറിച്ചൊരു പോത്തിന്റെ കുട്ടി ഒരു തടാകത്തിൽ വീണു, ആരും നീന്തം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ പോത്തിന്റെ കുട്ടി ഭംഗിയായി നീന്തിയിട്ട് അക്കരേക്ക് കടന്നുപോയി. കോട്ടയം ജില്ലയിലെ മുഴുവൻ പോത്തുകളെയും ഒരുമിച്ച് കൂട്ടി മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാര് നീന്തം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഈ പോത്തുകൾക്ക് ഭംഗിയായി നീന്താൻ കഴിയുന്നു. ഇവിടെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. മൃഗത്തിന്റെ കഴിവ് നിനക്കില്ല, മൃഗത്തിന്റെ അറിവ് നിനക്കില്ല, കോഴിയുടെ കഴിവ് നിനക്കില്ല, കോഴിയുടെ അറിവ് നിനക്കില്ല. ചില വിഷയങ്ങളിൽ പ്രത്യേകം മനസ്സിലാക്കണം, ചില വിഷയങ്ങളിൽ. അതേ സമയത്ത് നിനക്ക് അല്ലാഹു ജല്ല ജലാലുഹു വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട്. ആ വിശേഷ ബുദ്ധി ഈ മൃഗങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മൃഗങ്ങൾക്ക് പ്രത്യേകമായ നിയമവ്യവസ്ഥകളില്ല. പോത്ത് ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോരുന്ന സമയത്ത് എന്റെ ബില്ല് എത്രയാണെന്ന് ചോദിക്കാറില്ല. കാരണം അതിന് ഹലാലും ഹറാമുമില്ല.
പൂവൻകോഴി അതാ അതിന്റെ ഇണ ചേരുന്ന സമയത്ത് പൂവൻകോഴി അതാ നിക്കാഹ് നടക്കണമെന്ന നിർബന്ധമില്ല. ഐ ലവ് യു ആരോടും പറഞ്ഞേക്കും, അതിന് നിക്കാഹിന്റെ ആവശ്യമില്ല. അതേ സമയത്ത് ആ മൃഗങ്ങളും കൂടി ചെയ്യാത്തൊരു പണിയുണ്ട്. അതാണ് അതേ സ്വർഗ സംഭോഗം. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വലിയ ചർച്ച നടന്നില്ലേ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോ മൃഗത്തെക്കാൾ അതപ്പതിച്ച ചിന്തയുള്ള ചില ഭൗതികവാദികൾ വന്നില്ലേ? അവര് പറഞ്ഞില്ലേ അതേ സ്വർഗരതി തെറ്റാണെന്ന് പറയരുതെന്ന് പറഞ്ഞ് ഇന്ത്യ രാജ്യത്തിന്റെ നീതിപീഠത്തെ ചോദ്യം ചെയ്യാൻ ചിലർ ഒരുങ്ങിയില്ലേ? ചോദിക്കട്ടെ, ഇന്ന് വരെ ഒരു പൂവൻ കോഴി മറ്റൊരു പൂവൻ കോഴിയുടെ പിന്നാലെ ഓടിയിട്ടുണ്ടോ? ഇന്ന് വരെ ഒരു പോത്ത് വേറൊരു പോത്തിന്റെ പിന്നാലെ ഓടിയിട്ടുണ്ടോ? ഇന്ന് വരെ ഒരു പശു വേറൊരു പശുവിന്റെ പിന്നാലെ ഓടിയിട്ടുണ്ടോ? ഉലൈകൽ അൻആമി ബൽ ഹും അളൽ. മൃഗത്തെക്കാൾ അതപ്പതിച്ച ചിന്തയല്ലേ സ്വർഗരതി എന്ന് പറയുന്നത്? അതിന് സംസാരിക്കുന്ന മനുഷ്യന്മാരും നേതാക്കന്മാരും ഭൗതികന്മാരും ഉള്ള ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? സുപ്രീം കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്യേണ്ടത് എങ്ങനെയെന്നല്ലേ ചിലർ ആലോചിക്കുന്നത്. ഞാൻ പറയട്ടെ, മനുഷ്യത്വത്തിൽ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ മനുഷ്യത്വത്തിൽ മൃഗീയതയുടെയും അപ്പുറത്തേക്ക് അതപ്പതിക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയുമോ? മനുഷ്യൻ ചിന്തയുള്ളവനാകണം, മനുഷ്യൻ ആലോചനയുള്ളവനാകണം, മനുഷ്യൻ ബുദ്ധി പ്രയോഗിക്കുന്നവനാകണം. ബുദ്ധി എന്നത് വെറുതെ ഉള്ളതല്ല, കൈ വെറുതെയല്ല, കൈ ഉപയോഗിക്കണം. കാല് വെറുതെയല്ല, കാലുപയോഗിക്കണം. ഇല്ലെങ്കിൽ ആ കൈ ഒന്നുമല്ലാതെ ആയി പോകും. കൈ അനക്കാതിരുന്നാൽ പിന്നെ കൈ കൊണ്ട് പ്രയോജനമുണ്ടോ? കാല് അനക്കാതിരുന്നാൽ കാല് കൊണ്ട് പിന്നെ പ്രയോജനമുണ്ടോ? ഇതുപോലെ മനുഷ്യന്റെ ബുദ്ധി ചിന്തിക്കാതെ വെച്ചാൽ പിന്നെ ബുദ്ധി കൊണ്ട് പ്രയോജനമുണ്ടോ? മരവിച്ചു പോയില്ലേ അവന്റെ ബുദ്ധി? അതുകൊണ്ട് തന്നെ ഭൗതികവാദിയുടെ ബുദ്ധി എന്ന് പറയുന്നത് മരവിച്ച ബുദ്ധിയാണ്. അതേ സമയത്ത് പരിശുദ്ധ ഖുർആൻ വിളിക്കുന്നത് ചിന്തിക്കാനാണ്. അഫലാ തഖിലൂൻ, അഫലാ തഖിലൂൻ. ഖുർആൻ ആവർത്തിച്ച് പറയുന്നു, ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? അതാ അവലം യതഫക്കറൂ, അവരാലോചിക്കുന്നില്ലേ? ചിന്തിക്കാൻ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ബുദ്ധിയുള്ളവൻ ആ പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കേണ്ടി വരും. ചോദ്യം ചെയ്യാൻ കഴിയൂല, സ്വീകരിക്കേണ്ടി വരും. അതിനെ മറികടക്കാനും പരാജയപ്പെടുത്താനും കഴിയൂല. ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല, ബുദ്ധിക്കെതിരല്ല ഇസ്ലാം, ബുദ്ധിക്കെതിരല്ല ഖുർആൻ. ഖുർആൻ പോലെ ബുദ്ധിപരമായി കാര്യം പറഞ്ഞ ഗ്രന്ഥമേതാണ്? ഓ സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് ഓരോ ജീവജാലത്തിനും ആവശ്യമായ വിവരം കൊടുക്കുന്ന സർട്ടാവ്. പക്ഷേ ആ ജീവികളെ സൃഷ്ടിച്ചതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്താണ്? മനുഷ്യന്റെ നന്മയാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യരായ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അതും ഞാൻ ബുദ്ധിപരമായി തന്നെ ഒന്ന് പറയട്ടെ. ഖുർആൻ പറഞ്ഞിട്ട് ആരും അംഗീകരിക്കാതിരിക്കണ്ട, ബുദ്ധി കൊണ്ടെന്ന് ചിന്തിക്കൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു വലിയ പ്രഗത്ഭനായ ഒരു പ്രൊഫസർ ഡോക്ടർ ജയേഷ്, പണ്ഡിതന്മാരോട് വലിയ ആദരവുള്ള ഒരു ഡോക്ടറാണ്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ എൻ്റെ ഉമ്മയുടെ കൂടെയും ഭാര്യയുടെ കൂടെയും ഒക്കെ പോയി സന്ദർശിച്ചു. ഞാൻ സ്വന്തവും കണ്ടിട്ടുണ്ട്. വളരെ തിരക്ക് പിടിച്ച് നിറയെ ടോക്കൺ എടുത്ത് ആളുകൾ കാത്തിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കാർഡ് മെല്ലെ അവിടെ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെടുത്ത് കൊടുത്താൽ ആ ഉസ്താദിന് തിരക്കുണ്ടാവും എന്ന് പറഞ്ഞ് വേഗം വിളിക്കും അദ്ദേഹം. ഇന്ന് വരെ 5 പൈസ എന്നോട് ഫീസും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാണെന്ന് വിചാരിക്കണ്ട, അത് അങ്ങനെ ചില ഡോക്ടർമാരുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൽ ഏറ്റവും നല്ല കുടുംബ ഡോക്ടറായി
സെലക്ട് ചെയ്തൊരു ഡോക്ടറുണ്ട് കുറ്റ്യാടി, സജിത്ത് ഡോക്ടർ. ഞാൻ കാന്തപുര ഉസ്താദിന്റെ കൈകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം പാരിതോഷികം കൊടുപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ സ്ഥാപനത്തിൽ സ്റ്റാഫായിട്ടുള്ള ഷെരീഫ് സഖാഫി, അദ്ദേഹം അവിടുന്ന് പഠിച്ച ആളുമാണ്. അദ്ദേഹത്തിന്റെ കുട്ടിക്ക് രോഗമായിട്ട് മെഡിക്കൽ കോളേജിൽ വിളിച്ചു പറഞ്ഞ് മുഴുവൻ സൗകര്യം ചെയ്തു കൊടുത്ത ഡോക്ടർ സജിത്ത്, ആ കുട്ടി ഡിസ്ചാർജ് ചെയ്ത് വരുന്നവരെ ഓരോ ദിവസവും വിളിച്ചിട്ട് കുട്ടീൻ്റെ കാര്യം അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കുടുംബ ഡോക്ടർ, മെഡിക്കൽ കൗൺസിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല കുടുംബ ഡോക്ടർ എന്ന നിലക്ക് അവാർഡ് കൊടുത്തു. അങ്ങനെ എത്രയോ ആളുകൾ മുസ്ലിങ്ങളിലും അമുസ്ലിങ്ങളിലും നല്ല ചിന്തയുള്ളവർ ഉണ്ട്. അതിന് നാം ആദരവോടെ തന്നെ കാണുകയും വേണം. ഇരിക്കട്ടെ, ഡോക്ടർ ജയേഷിന്റെ അടുത്ത് ദിവസം പോയി എന്തോ ഒരു വിഷയം പറഞ്ഞപ്പോൾ നോമ്പിനെ പറ്റി ചർച്ച ചെയ്തു. എന്തോ എനിക്ക് നോമ്പായിരുന്നു, എന്തോ ഒരു കാരണം ഉണ്ടായിരുന്നു. അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ നോമ്പെടുക്കുന്നത് സ്വർഗത്ത് കിടക്കാനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല. ബേജാറല്ലേ ഉമ്മമാരെ? ഞാൻ പറഞ്ഞ അല്ല. പിന്നെ എന്തിനാന്ന് വെച്ചു, ദൈവത്തിനെ കാണാനാണ്. അയാളെ ഭാഷയെ പറഞ്ഞതാ, ദൈവത്തെ കാണാനാണ്. നോമ്പിന് അല്ലാഹു തആല പറഞ്ഞ പ്രതിഫലം അള്ളാഹുവിനെ കാണുക എന്നതാണ്. ഹദീസിൽ എങ്ങനെയാ ഉള്ളത്? സ്വർഗത്ത് കിടക്കാൻ വേറെയും വലിയ അമലുണ്ട്. പക്ഷെ അള്ളാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്ത് കിടക്കണം കേട്ടോ, അത് വേറെ വിഷയം. അപ്പോ ഞാൻ പറഞ്ഞു ദൈവത്തെ കാണാനാണ്. ഇയാൾ എന്നോട് ചോദിച്ചു ദൈവത്തിനെ കാണുമെന്ന് ചോദിച്ചു. ഞാൻ അവന് കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം, ദൈവത്തെ കാണുമെങ്കിൽ എല്ലാ ജീവികളും ദൈവത്തിന്റെ സൃഷ്ടികളിലേന്ന് ചോദിച്ചു. തന്നെയെന്ന്. അപ്പൊ ആ ജീവികളൊക്കെ കാണുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ജീവികളൊന്നും കാണേണ്ട ആവശ്യമില്ല. അതെന്താന്ന് ചോദിച്ചു. ഞാൻ ആ ജീവികളെ സൃഷ്ടിച്ചതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താ? ആ ലക്ഷ്യം മനുഷ്യന് ഉപകരിക്കുക എന്നുള്ളതാണ്. മനുഷ്യന് ഉപകരിച്ച അതിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. മനുഷ്യന് ഉപകരിക്കുക എന്നതാണ് അതിന്റെ ഡ്യൂട്ടി. അതുകൊണ്ടാണ് സുഹൃത്തെ, ആനയെ പോറ്റുന്ന മനുഷ്യനുണ്ട്, മനുഷ്യനെ പോറ്റുന്ന ആനയില്ല. അല്ലേ? വലിയൊരു കൊമ്പനാന ചങ്ങനാശ്ശേരി കൂടി ഇങ്ങനെ പോന്നു. അപ്പോ അതിനെ നിയന്ത്രിക്കുന്നത് ആരാ? ഒരു ദിനേശ് പിടി പോലത്തെ മനുഷ്യൻ. പാപ്പാനെ ഒരു ദിനേശ് പിടി പോലത്തെ ഒരാൾ. അയാൾ ആനയോട് പറ, ആന ഒരു ചവിട്ട് തരൂ. ആന പേടിച്ചു പോയി. ആനനെ ഇയാൾ ചവിട്ടിയാൽ ഇയാളെ കാല് വേദനയാവുന്നില്ല. ആനക്ക് എന്ത് വരാനാ? പക്ഷെ ആന പേടിച്ചു പോയി. മനുഷ്യന് അധീനപ്പെടുത്തി കൊടുത്തു ആനയെ. സിംഹത്തെ പോറ്റുന്ന മനുഷ്യനുണ്ട്, മനുഷ്യനെ പോറ്റുന്ന സിംഹമില്ല. പുലിയെ പോറ്റുന്ന മനുഷ്യനുണ്ട്, മനുഷ്യനെ പോറ്റുന്ന പുലിയില്ല. അല്ലേ? ഇനി നിങ്ങളൊന്ന് നോക്കൂ, മനുഷ്യന്റെ ഉപകാരത്തിനല്ലാതെ വല്ല സൃഷ്ടിയുമുണ്ടോ? 21 കോടി ഉറുപ്പികയുടെ പാമ്പിന്റെ വിഷം ഈ അടുത്ത് പോലീസുകാർ പിടിച്ചെടുത്തു. അപ്പോഴാ മനസ്സിലായത് ഈ സാധനത്തിന് ഇത്ര ബഹുമാനുണ്ട്, പാമ്പിന്റെ വിഷത്തിന്. അപ്പൊ അതും മനുഷ്യന്റെ ആവശ്യം തന്നെ. ഇനി നിങ്ങൾ നോക്കൂ, മനുഷ്യന് വേണ്ടിയല്ലേ സർവ്വജീവികളും. അതുകൊണ്ടല്ലേ പശു പ്രസവിച്ചു, കുട്ടി എഴുന്നേറ്റ് നിന്ന് മുല കുടിച്ചു. ഒരാഴ്ച കുടിച്ചപ്പോൾ അതാ കുഞ്ഞിരാമൻ ചെന്നു, അല്ലെങ്കിൽ അതാ കുഞ്ഞമ്മദ് ചെന്നു, അല്ലെങ്കിൽ അതാ ജോസഫ് ചെന്നു. ഈ ചെറിയ കന്നുകുട്ടിയുടെ കഴുത്തിൽ ഒരു ചെറിയ കയറിട്ടു. ആ കയറ് കൊണ്ട് വേദനിക്കാതിരിക്കാൻ തുണി കൊണ്ടൊന്ന് പൊതിഞ്ഞു. എന്നിട്ടോ ആ കുട്ടി സ്വന്തം അമ്മയുടെ മുല കുടിക്കുമ്പോ അതാ പിടിച്ചു വലിക്കുന്ന കുഞ്ഞിരാമനും കുഞ്ഞമ്മദും ജോസഫും. സുബ്ഹാനല്ലാഹ്, എന്തൊരക്രമമാണിത്! സ്വന്തം അമ്മയുടെ മുല കുടിക്കുമ്പോ കുട്ടിയെ പിടിച്ചു വലിക്കാൻ പാടുണ്ടോ? സുബ്ഹാനല്ലാഹ്, നിങ്ങളെ മക്കള് നിങ്ങളുടെ ഭാര്യന്റെ മുല കുടിക്കുമ്പോ വേറൊരുത്തൻ വന്നിട്ട് ആ കുട്ടിയെ പിടിച്ച് കഴുത്തിലൊരു കയറും കെട്ടിയിട്ട് പിടിച്ച് മാറ്റി കെട്ടിയിട്ട് അയാളെ കയ്യെങ്ങാനും അങ്ങോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾ വെറുതെ വിടുവോ? എന്നാൽ ഈ മുസ്ലിമും അമുസ്ലിമും ഒക്കെ ഈ പശുവിന്റെ സ്തനങ്ങളിലേക്ക്, അകിടുകളിലേക്ക് ഈ കുട്ടിയെ പിടിച്ച് മാറ്റിയിട്ട് കൈകൊണ്ടുപോയി മുലയിൽ നിന്ന് പാല് കറന്നെടുത്ത് കൊണ്ടുവന്ന് കുടിച്ചിട്ട് തീരാഞ്ഞിട്ട് ബാക്കി ചായക്കടയെ കൊണ്ടുപോയി വിൽക്കുമ്പോ, അതുകൊണ്ടും തീരാഞ്ഞിട്ട് മോരും തൈരുമാക്കുമ്പോ, ചോദിക്കട്ടെ, ഇവിടെ ഒരൊറ്റ മതക്കാരനും ഇതൊരു അക്രമമാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ട് LDF UDF പറയുന്നില്ല? എന്തുകൊണ്ട് BJP-കാരൻ പറയുന്നില്ല? ഒരു കക്ഷിയും ഇതൊരു അക്രമമാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അതിന്റെ കാരണം പറയാം.
പശുവിനെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്, അതിൻ്റെ പാലും മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെ കുട്ടിക്ക് ആവശ്യമുള്ള പാല് കഴിച്ച് ബാക്കി മനുഷ്യന് കറന്നെടുക്കാം. മനുഷ്യന് വേണ്ടിയാണ് പശു, മനുഷ്യന് വേണ്ടിയാണ് കോഴി, മനുഷ്യന് വേണ്ടിയാണ് പോത്ത്, മനുഷ്യന് വേണ്ടിയാണ് ആന. അങ്ങനെ ഓരോ ജീവിയും മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ മക്കളെ, ഞാൻ സിറാജുൽ ഹുദയുടെ സ്റ്റാഫുകൾ 788 സ്റ്റാഫുകളുണ്ട്. വിനീതനായ ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൽ അതിൽ എത്രയോ മുസ്ലിമീങ്ങളുണ്ട്, ക്രിസ്തീയ സഹോദരിമാരും സഹോദരന്മാരുമുണ്ട്, അതുപോലെ ഹൈന്ദവ സഹോദരിമാരും സഹോദരന്മാരുമുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരും തങ്ങന്മാരുമുണ്ട്, അങ്ങനെ പലരുമുണ്ട്. 788 സ്റ്റാഫുകളുണ്ട്. ആ സ്റ്റാഫുകൾ അവരെ ഒരുമിച്ച് കൂട്ടി ഞാനൊരു ദിവസം ഒരു ക്ലാസ് എടുത്തു. മനുഷ്യന്റെ മഹത്വം, വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്നതായിരുന്നു ക്ലാസ്. ആ ക്ലാസ്സിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ചിന്തിക്കണം സുഹൃത്തുക്കളെ, മനുഷ്യന് വേണ്ടിയാണ് സർവ സൃഷ്ടികളും. അതുകൊണ്ടല്ലേ മനുഷ്യനതാ പോകുന്നു കടലിലേക്ക്. കടലിൽ പോയിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ നമ്മളെ ഒരു ശല്യവും ചെയ്യാത്ത കുറച്ച് ജീവികളുണ്ട്, അതാണ് മത്സ്യങ്ങൾ. നമ്മളെ ഒരു ശല്യം ചെയ്യാതെ അത് വേറൊരു മേഖലയിൽ ജീവിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ തന്നെ കഴിയില്ല. അങ്ങനത്തെ സ്ഥലത്താണ് മത്സ്യങ്ങൾ ജീവിക്കുന്നത്. മനുഷ്യൻ എന്താ ചെയ്യുന്നത്? മനുഷ്യൻ വലയെടുത്ത് പോയിട്ട് ദിവസേന പിടിച്ച് കൊണ്ടുവരുന്നു. എന്നിട്ട് കരക്കിട്ടിട്ട് അതിങ്ങനെ പിടക്കുമ്പോൾ സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് നിങ്ങളിങ്ങനെ ഉള്ളുന്ന് പിടക്കുമ്പോൾ മറ്റുള്ള മത്സ്യങ്ങളൊക്കെ ചിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഓ, എന്താണ് നിങ്ങളെ പ്രതിഷേധമല്ലേ? എന്തേ ഈ മത്സ്യങ്ങൾക്കും മൃഗങ്ങൾക്കും പാർട്ടി ഇല്ലാഞ്ഞിട്ടാണോ, തൊഴിലാളി സംഘടന ഇല്ലാഞ്ഞിട്ടാണോ, അല്ല മുതലാളി സംഘടന ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ വർഗീയ സംഘടനയോ അല്ലാത്ത സംഘടനയോ ഇല്ലാഞ്ഞിട്ടാണോ? ചോദിക്കട്ടെ, മത്സ്യങ്ങളോട് ചെയ്യുന്ന അക്രമമാണെന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? ഇല്ല. എന്തേ കാരണം? ആ മത്സ്യം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ആകയാൽ മനുഷ്യന് വേണ്ടിയാണ് സർവ്വജീവികളെയും സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ പോലെയല്ല മറ്റ് ജീവികൾ. ആ മനുഷ്യന് ആണ് യഥാർത്ഥത്തിൽ, അതാ മനുഷ്യനാണ് മുഖ്യ സൃഷ്ടി. ആ മുഖ്യ സൃഷ്ടിയായ മനുഷ്യന് ലോകത്തിന്റെ ദൈവത്തെ കാണാൻ അവസരം ദൈവം കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കിട്ടണമെങ്കിൽ മനുഷ്യൻ ആ സട്ടാവിന്റെ നിയമം സ്വീകരിച്ച് ജീവിക്കണം. ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന്റെ ആമുഖമാണ് പറയുന്നത്. ഓ സുഹൃത്തുക്കളെ, മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നത് മനുഷ്യന് നിയമവും വ്യവസ്ഥിതിയും നൽകപ്പെടേണ്ടതുണ്ട്. അതാര് കൊടുക്കണം? സൃഷ്ടാവ് കൊടുക്കണം. സൃഷ്ടാവാണ് അല്ലാഹ്. അവനാണ് യഥാർത്ഥ ദൈവം. ആ അല്ലാഹു ജല്ല ജലാലുഹു മനുഷ്യന് വ്യവസ്ഥിതി കൊടുക്കും. എന്തുകൊണ്ട്? നമുക്കറിയാം, ഒരു കമ്പനിയിൽ നിന്നൊരു വസ്തു ആ കമ്പനി പുറത്തിറക്കിയാൽ ആ വസ്തു എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അതിനൊരു കാറ്റലോഗ് കൊടുക്കും. ആ കാറ്റലോഗ് കൊടുക്കേണ്ടത് നിർമ്മാതാക്കളല്ലേ കൊടുക്കേണ്ടത്. ഇതുപോലെ എൻ്റെ കണ്ണ് തന്ന നിർമ്മാതാവ് പടച്ചവനല്ലേ, അവനല്ലേ അതുകൊണ്ട് എവിടെ നോക്കണം എന്നതിന് എനിക്ക് നിയമം തരേണ്ടത്, കാറ്റലോഗ് തരേണ്ടത്. എൻ്റെ കാതുകൊണ്ട് ഞാൻ എന്ത് കേൾക്കണം, എൻ്റെ കൈ കൊണ്ട് ഞാൻ എന്ത് പിടിക്കണം, എൻ്റെ കാലുകൊണ്ട് ഞാൻ എവിടേക്ക് നടക്കണം, എൻ്റെ വയറ്റിൽ ഞാൻ എന്ത് കുടിക്കണം, തിന്നണം, ഞാൻ എൻ്റെ മനസ്സിലെന്ത് ചിന്തിക്കണം. അങ്ങനെ എന്നെയും എൻ്റെ അവയവങ്ങളെയും എൻ്റെ ഉപകരണങ്ങളെയും സൃഷ്ടിച്ച നാഥനല്ലേ കാറ്റലോഗ് നൽകേണ്ടത്. കാറ്റലോഗിനെ ലംഘിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു ഉപകരണം പ്രവർത്തിപ്പിച്ചാൽ ആ പ്രവർത്തിപ്പിക്കുന്ന ആ മനുഷ്യൻ അപകടത്തിലാകൂലേ? ആ വസ്തുവും അപകടത്തിലാകൂലേ?
നിങ്ങൾ അതാ ഒരു യന്ത്രം വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് ഉപയോഗിക്കേണ്ടതുപോലെ നിർമ്മാതാക്കൾ പറയാത്ത മട്ടത്തിലോ പറഞ്ഞതിന് വിരുദ്ധമായോ നിങ്ങൾ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ ഷോക്കടിച്ച് മരിക്കൂലേ, ആ ഉപകരണം കത്തിക്കരിയൂലേ. എങ്കിൽ അല്ലാഹു ആകുന്ന സട്ടാവ് തന്നിട്ടുള്ള നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഉപകരണങ്ങൾ, നിങ്ങളെ അത് ചലിപ്പിക്കുന്ന നിങ്ങളുടെ ആത്മാവുണ്ടല്ലോ, ആ ആത്മാവും ശരീരവും നിങ്ങളുടെ ഉപകരണങ്ങളും അവയവങ്ങളും ആ കാറ്റലോഗ് തരുന്ന നിർമ്മാതാവായ കർത്താവായ സട്ടാവായ പടച്ചവനായ അല്ലാഹ് അവൻ തന്ന നിയമപ്രകാരം വ്യവസ്ഥിതി പ്രകാരം അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അതാ കത്തിക്കരിയുന്നു നരകത്തിൽ നിന്ന്. അതാ ലോകത്തത് പൊട്ടിത്തെറി നടക്കുന്നു, അക്രമം കളിയാടുന്നു, അഴിമതി നടമാടുന്നു, അനീതി വളരെ വലുതായി വാഴുന്നു. അതുകൊണ്ട് തന്നെ സട്ടാവായ റബ്ബിന്റെ വ്യവസ്ഥിതി അനുസരിച്ച് മനുഷ്യനെ ജീവിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ സട്ടാവിനെ കാണാനുള്ള കണ്ണ് ഇപ്പോൾ മനുഷ്യനില്ല. ഈ കണ്ണുകൊണ്ട് സട്ടാവിനെ കാണാൻ കഴിയൂല. കാണുന്നൊക്കെയുള്ളതാ, കാണുന്നതൊക്കെയുള്ളതാ, അതുമില്ല, അങ്ങനെയുമല്ല. ആ ഫാന് അതിന് 3 കൈയാണ്, 3 ഇതലാണ്. ആ 3 ഇതിലുള്ള ഫാന് അത് കറക്കിയാൽ അതിന്റെ ഇടയ്ക്കുള്ള ഒഴിവ് സ്ഥലം കാണൂല. 3 വേർതിരിച്ചും കാണൂല, ഒട്ടാകുണ്ട് എന്നാ മനസ്സിലാകുക. അങ്ങനെയാ കാണുക. അതുകൊണ്ട് കാണുന്നത് പോലെയാ ഉള്ളത് അല്ല, ഉള്ളത് പോലെയാ കാണുന്നത് അല്ല, അല്ലേ? അപ്പൊ കാണുന്നതൊക്കെ ഉള്ളതാ, കാണാത്തൊക്കെ ഇല്ലാത്തതാ. ആർക്കും അറിയാത്തത് കരണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. കരണ്ട് ഉണ്ട്, ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് കത്തുന്നത്. കരണ്ട് ഉണ്ട് എന്ന് ഉറപ്പാ, അല്ലേ? കരണ്ട് ഉണ്ട്. പക്ഷേ ആ കരണ്ടിന്റെ പ്രവർത്തനം കൊണ്ട് നമുക്ക് മനസ്സിലായി കരണ്ട് ഉണ്ട്. പക്ഷെ ഇന്നേ വരെ ഒരാളും കരണ്ട് കണ്ടിട്ടില്ല. നിങ്ങളാരോ കരണ്ട് കണ്ടിനോ? കരണ്ട് കണ്ടിനോ? കണ്ടോ? ഇല്ല. പിന്നെ കരണ്ട് ഉണ്ടോ എന്നിങ്ങനെ നോക്കല്. കാണാത്തത് കൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റൂല. ബുദ്ധിയല്ലേ? അപ്പൊ ഈ ലോകം മുഴുക്കെ സൃഷ്ടിച്ച നാഥനായ അല്ലാഹ് അവനിവിടെ ചെയ്തു വെച്ച ഇത് മുഴുവനും കണ്ടിട്ട് അവനില്ല എന്ന് എങ്ങനെ ഒരു ബുദ്ധിക്ക് പറയാൻ കഴിയും? ആ പടച്ചവൻ പടച്ചിട്ട് ജനങ്ങളെ താനെ അങ്ങ് വിട്ടു. ഈ സംവിധാനം മുഴുവനും ചെയ്തു കൊടുത്തിട്ട് താനെ വിട്ടു എന്ന് പറയാൻ പറ്റുമോ? ആ സംവിധാനങ്ങളെ കുറിച്ച് എത്ര ദിവസം പറഞ്ഞാൽ ആ തീരെ. അത് ഞാൻ സൂറത്ത് യാസീനിലും സൂറത്തുർ റഹ്മാന്റെയും സൂറത്ത് ലുഖ്മാന്റെയും ഒക്കെ വിശദീകരണങ്ങളിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തും അതിനാൽ അവനിവിടെ നമുക്ക് കാണിച്ചു തന്ന തെളിവുകളും വിശദമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഇസ്ലാം എന്ത് എന്ന പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസിന്റെ ശത്രുക്കൾ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ദിവസം ഇബ്ലീസ് ചോദിച്ചു. നബി സല്ലല്ലാഹു നിങ്ങൾ ഇബ്ലീസിനോട് ചോദിച്ചു, കം അഅദാഉക മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ എന്റെ ശത്രുക്കൾ എത്രയുണ്ട്? 15 ആരാണ് എന്ന് ചോദിച്ചു. അന്താ പോലും ഒന്നാമത്തെ ആളുകൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്ലീസ് പറഞ്ഞതാ ഒന്നാമത്തെ ശത്രു നിങ്ങളാ. കാരണം വിവരമുള്ളവരാണല്ലോ ഏറ്റവും വലിയ ശത്രു. ഏറ്റവും വലിയ വിവരമുള്ള ആള് മുഹമ്മദുർ റസൂലുള്ളാഹി. വിവരം കൊണ്ടല്ലേ മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഒന്നാമത്തെ ശത്രു എന്ന് പറഞ്ഞു. അന്തവലുഹും, അതേ ഫഇന്ന മിൻ ജൂദിക ദുനിയാ വററതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ചൊല്ലിക്ക മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ലൗഹുൽ മഹ്ഫൂദ് എഴുതി വെക്കാത്തൊരു സംഗതിയും ഇല്ലല്ലോ. ആ ലൗഹുൽ മഹ്ഫൂദിലുള്ള ഇൽമ് ഓ നബിയേ തങ്ങളുടെ വിശാലമായ ഇൽമിന്റെ ഒരു ഭാഗമാണ് നബിയേ. അങ്ങനെ ലൗഹുൽ മഹ്ഫൂദിലുള്ള ഇൽമിനേക്കാൾ വലിയ ഇൽമ് ലോകത്തുള്ള മഹാൻ ഖുർആൻ പറഞ്ഞില്ലേ? ബുർദ ബൈത്ത് മാത്രമല്ല, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ.
അങ്ങയ്ക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അങ്ങയ്ക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബിയേ. അങ്ങയ്ക്ക് അള്ളാഹു തന്ന ബഹുമാനവും ആദരവും അതേ അങ്ങയ്ക്ക് തന്ന ഔദാര്യവും അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല, സൃഷ്ടികൾക്ക് പറഞ്ഞു തീർക്കാൻ കഴിയൂല. ബലഗൽ മുദ്ദഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും മിസ്റമ ഊതി ബിമാ ഫിൽ ബലിബാൽ. എത്ര വലിയ പണ്ഡിതനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയണമെന്ന് ഉദ്ദേശിച്ചു വന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള 1,00,000ന്റെ ഒരു അംശം പോലും പറയാൻ കഴിയൂല, പറഞ്ഞു തീർക്കാൻ കഴിയൂല. ആ നിലക്ക് ബഹുമാനമുള്ള നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇബ്ലീസിന്റെ ഒന്നാമത്തെ ശത്രു തന്നെ. പിന്നെ ഇങ്ങനെ ശത്രുക്കളെ എണ്ണി അക്കൂട്ടത്തിൽ ഒന്നാണ് ആലിമുൻ മുതഖസ്സിഉൻ, ഭക്തിയുള്ള പണ്ഡിതൻ. സിനിമ കാണാൻ പോകുന്ന പണ്ഡിതനല്ല, തോന്നിയാസം ചെയ്യുന്ന പണ്ഡിതനല്ല, പണത്തിനും അധികാരത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതനല്ല, സ്ഥാനമാനത്തിനു വേണ്ടി നടക്കുന്നവനല്ല. ഭക്തിയുള്ള പണ്ഡിതൻ ഇബ്ലീസിന്റെ ശത്രുവാണ്. മറ്റൊന്ന് പറഞ്ഞു സത്യവാനായ വിശ്വസ്തനായ ബിസിനസ്സുകാരൻ, അവനും ഇബ്ലീസിന്റെ ശത്രുവാണ്. മറ്റൊന്ന് പറഞ്ഞു മുഅ്മിനുൻ ആസിഹുൻ, ഗുണകാംക്ഷയുള്ള മുഅ്മിനായ മനുഷ്യൻ, പാരവെക്കുന്നവനല്ല, മുടക്കാൻ നടക്കുന്നവനല്ല. മുഅ്മിനുൻ ആസിഹുൻ, ഗുണകാംക്ഷിയായ മുഅ്മിൻ, അവനതാ ഇബ്ലീസിന്റെ ശത്രുവാണ്. അതുപോലെ മുഅ്മിനുൻ കസീറുസ് സദഖ, ധാരാളം ധർമ്മം ചെയ്യുന്ന മുഅ്മിൻ, അവനതാ ഇബ്ലീസിന്റെ ശത്രുവാണ്. ഇബ്ലീസ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാണ്. റൂഹുൽ ബയാൻ തഫ്സീറിൽ കാണാം. 15 ആളെ എണ്ണിയിട്ടുണ്ട്. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്റെ നാദാപുരത്തെ ഈ വർഷം ഞാൻ പ്രസംഗിച്ചത് നാദാപുരത്ത് സൂറത്തുൽ കഹ്ഫാണ്. അതിന്റെ 7 ദിവസത്തെ പ്രസംഗത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ CD ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുമ്പോൾ കേട്ടോളൂ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, ലോകത്തിന്റെ സട്ടാവായ അല്ലാഹു മനുഷ്യന് ജീവിത വ്യവസ്ഥിതി നൽകണം, ജീവിത പരിപാടി നൽകണം. അങ്ങനെ അല്ലാഹു നൽകുന്ന ജീവിത വ്യവസ്ഥിതി, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഉപകരണത്തിന്, ആ ഉപകരണത്തിന് കാറ്റലോഗ് നൽകുന്നു നിർമ്മാതാക്കൾ. ഇതുപോലെ കണ്ണും കാതും കൈയും കാലുമൊക്കെ സൃഷ്ടിച്ച നിർമ്മാതാവായ അതേ കർത്താവായ സട്ടാവായ അല്ലാഹ് മനുഷ്യന് വ്യവസ്ഥിതി നൽകുന്നു. പക്ഷേ ഈ ബോഡിയെ, ഈ ഉപകരണത്തെ നിയന്ത്രിക്കുന്ന എഞ്ചിനേതാണ്, അതാണ് ആത്മാവ്, റൂഹ്. സുബ്ഹാനല്ലാഹ്. റൂഹിനെ സംബന്ധിച്ച് അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരീക്ഷിക്കാൻ ചോദിച്ചില്ലേ? ഞാനത് സൂറത്തുൽ കഹ്ഫ് വിവരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. നളർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു മുശ്രിക്ക് ഉണ്ടായിരുന്നു ഖുറൈശികളിൽ. അവന്റെ പതിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ വിശ്വാസം തകർക്കലായിരുന്നു. അവൻ എടുക്കുന്ന പണി എന്താണ്? പൂർവകാല ചരിത്രങ്ങൾ, പൂർവകാല ഗ്രന്ഥങ്ങളിൽ നിന്ന് ചിലതൊക്കെ പഠിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹി മുഖേന മുൻകഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം പറഞ്ഞാൽ ഇവന്റെ വകയിൽ അവിടെ ഒരു പ്രസംഗം നടത്തും. എന്നിട്ട് പറയും, മുഹമ്മദ് പറയും പോലെ ഞാനും പറയുമെന്ന് പറഞ്ഞ് ജനങ്ങളെ കൺഫ്യൂഷനാക്കുന്ന ഒരു ഏർപ്പാടുകാരനായിരുന്നു അവൻ. അവനെയും മറ്റൊരാളെയും മക്കയിലെ മുശ്രിക്കീങ്ങൾ ജൂത പണ്ഡിതന്മാരെ സമീപത്തേക്ക് പറഞ്ഞേച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ് എന്നതിന് ഇവിടെ വാദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. വല്ല സത്യവുമുണ്ടോ എന്ന് തൗറാത്തിൽ വിവരമുള്ള, പഴയ നിയമത്തിൽ വിവരമുള്ള പണ്ഡിതന്മാരോട് ചോദിക്കണമെന്ന് പറഞ്ഞേച്ചപ്പോ അവര് ചെന്ന് ചോദിച്ചപ്പോൾ പഴയ നിയമത്തിൽ വിവരമുള്ള, തൗറാത്തിൽ വിവരമുള്ള പണ്ഡിതന്മാര് പറഞ്ഞു, 3 ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുക. 3 ചോദ്യത്തിൽ 3നും അദ്ദേഹം വിശദമായ മറുപടി പറയുന്നുണ്ടെങ്കിൽ അയാൾ പ്രവാചകനല്ല.
അതേ സമയത്ത് ഒന്നിനും പറയുന്നില്ലെങ്കിലും പ്രവാചകനല്ല. ഇത് കേട്ട് സന്തോഷത്തോടെ മടങ്ങി വന്ന് 3 ചോദ്യം ചോദിച്ചു നബി തങ്ങളോട്. ഒന്ന് ആത്മാവിനെ കുറിച്ചായിരുന്നു, മറ്റൊന്ന് ലോകമൊട്ടാകെ ചുറ്റിക്കറങ്ങിയ ഒരു രാജാവിനെ കുറിച്ചായിരുന്നു, അതാണ് ദുൽഖർനൈനി. മറ്റൊന്ന് അത്ഭുതകരമായ സംഭവങ്ങൾ നടന്ന ഗുഹയിൽ പോയി താമസിച്ച യുവാക്കളെ കുറിച്ച്, അതാണ് അസ്ഹാബുൽ കഹ്ഫ്. ഉമ്മമാരെ, ജുമുഅ ജമാഅത്ത് നിങ്ങൾക്ക് വുജൂബില്ല, സുന്നത്തില്ല, കൽപ്പനയില്ല, നിങ്ങൾ പോകാൻ പാടില്ല. ഹബീബായ നബി തങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാലാണ് നിങ്ങൾക്ക് ഖൈറെന്ന് പഠിപ്പിച്ചു. അതിനേക്കാൾ വലിയൊരു പണ്ഡിതൻ ഇനി വരാനില്ല. പക്ഷേ അൽ കഹ്ഫ് സൂറത്ത് ഓതൽ നിങ്ങൾക്കും സുന്നത്താണേ. വെള്ളിയാഴ്ച രാവിലും പകലിലും ചുരുങ്ങിയത് 3 തവണയെങ്കിലും ഓതൽ സുന്നത്താണ്. അതിന്റെ ബഹുമാനമൊക്കെ ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ദിവസം അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ അസ്ഹാബുൽ കഹ്ഫ്, ഞാനും എന്റെ ഗുരുവര്യരായ മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഞങ്ങൾ ഈ അടുത്ത് അമ്മാനിൽ പോയപ്പോ, ജോർഡാനിൽ പോയപ്പോ അവിടെ അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ ആ അത്ഭുതങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ ഓർമ്മപ്പെടുത്തിയത് ആ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന 7 ഔലിയാക്കൾ, അവരുടെ ചരിത്രത്തെ കുറിച്ച് ഈ 3 ചോദിക്കാൻ നബി തങ്ങളെ സമീപത്ത് വന്ന് ചോദിച്ചു. അതാ കുറെ ദിവസം കഴിഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടിയുമായി വന്നു. അതാ പറയുന്നു, അതാ യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. റൂഹിനെ കുറിച്ച് വിശദമായ മറുപടി പറയൂല. റൂഹ്, ആത്മാവെന്ന് പറയുന്നത് എന്റെ റബ്ബിന്റെ വിഷയത്തിൽ പെട്ടതാണ്. നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമല്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. നിങ്ങൾക്ക് കുറച്ചേ വിവരം നൽകപ്പെട്ടിട്ടുള്ളൂ. ആത്മാവിനെ കുറിച്ച് വിശദമായ അറിവ് പറഞ്ഞു കൊടുത്തില്ല. ആ പഴയ നിയമത്തിൽ വിവരമുള്ള ജൂത പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, എല്ലാ വിഷയത്തിനും വിശദമായി പറയുന്നില്ലെങ്കിൽ നബിയാണ്. ഈ വിഷയം അങ്ങനെ പറഞ്ഞുള്ളൂ. മറ്റ് 2 വിഷയം, ദുൽഖർനൈനിയെ കുറിച്ചും അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചുമുള്ള ചോദ്യത്തിന് വിശദമായ മറുപടി സൂറത്തുൽ കഹ്ഫിൽ അതാ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, റൂഹുണ്ട്, ആത്മാവുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി നിങ്ങൾക്കറിയില്ല, അറിയാൻ കഴിയില്ല. ആ ആത്മാവിനെ നമ്മൾ കാണുന്നില്ല. പക്ഷെ ആത്മാവ് ബോഡിയിൽ നിന്ന് പിരിഞ്ഞാൽ ആത്മാവിന് ശക്തിക്ക് കുറവില്ല, ശക്തി കൂടുകയാണ്. ബോഡിയിൽ നിന്ന് പിരിഞ്ഞാൽ ബോഡിക്ക് പിന്നെ ശക്തിയില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവും? ഇവിടൊക്കെ മരിച്ചുപോയി എന്ന് പറയലുണ്ടോ? ഉണ്ട് അല്ലേ? മരിച്ചു കിടന്നു എന്ന് പറയലുണ്ടോ? ഉണ്ട്. ഏതാ ശരി? മരിച്ചു പോയി എന്ന് പറഞ്ഞു ശരി, കിടന്നു തരണു. കിടന്നിട്ടുണ്ടെ പോകൂല, പോയിട്ടുണ്ടെങ്കിൽ കിടക്കൂല. ഏതാ ശരി? മരിച്ചു പോയി എന്ന് പറഞ്ഞു ശരി, മരിച്ചു കിടന്നു പറഞ്ഞു ഏതാ ശരി? പറയും, ഏതാ ശരി? താലിമികൾ പറയട്ടെ, ഏതാ ശരി? മരിച്ചു പോയി തന്നെ ശരി, കിടന്നു തന്നെ തെറ്റ്? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ മുൻഗാമികൾ പറഞ്ഞ ഒരു വിഷയത്തിൽ തെറ്റുണ്ടാവില്ല, രണ്ടും ശരിയാണ്. പുതിയ ആളുകൾ പറഞ്ഞാൽ തെറ്റാണ്. അതുകൊണ്ട് മുൻഗാമികളെ തുടരണമെന്ന് പറഞ്ഞു അതിനാ സുന്നത്തിയമായത്തെന്ന് പറയാം. പുതിയ ആള് പറഞ്ഞാൽ തെറ്റും, പഴയ ആൾക്കാർ പറഞ്ഞാൽ തെറ്റൂല, രണ്ടും ശരിയാണ്. മരിച്ചു പോയി എന്ന് പറഞ്ഞത് ആത്മാവാണ്, മരിച്ചു കിടന്നു എന്ന് പറഞ്ഞത് ബോഡിയാണ്. ഫായില് മാറ്റണ്ട്. കിടന്നാളല്ല പോയത്, പോയാളല്ല കിടന്നത്. മനസ്സിലായില്ലേ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടിയതാ.